സർവകലാശാല വിവാദവുമായി ബന്ധപ്പെട്ട് ഗവർണറിനെതിരെ SFIയുടെ വലിയ സമരമായിരുന്നു. സർവകലാശാലയ്ക്ക് മുന്നിൽ നാം അത് പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ആ സമരം കാണാനില്ല, SFI നേതാക്കളെയും കാണാനില്ല. എന്താണ്, സർക്കാരും ഗവർണറും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തിയോ? ഒത്തുതീർപ്പല്ല, സർക്കാരും CPM-ഉം വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയനും LDF-ഉം ഒക്കെ ഗവർണർക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി. അതാണ് സംഭവിച്ചത്. ഈ VC-യെ സർവകലാശാല ആസ്ഥാനത്ത് കയറ്റില്ല, ഓഫീസിൽ കയറാൻ സമ്മതിക്കില്ല, VC-യുടെ ഔദ്യോഗിക കൃത്യങ്ങളൊന്നും നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടതാണല്ലോ. SFI തൊട്ട് അല്ലേ CPM വരെയുള്ള മുള്ളു മുരുക്ക് മുറുകൻ പാമ്പ് സകല എണ്ണവും ഇറങ്ങിയതാണ്. SFI സർവകലാശാല ആസ്ഥാനത്തുണ്ടാക്കിയ കുഴപ്പങ്ങൾ നമ്മൾ കണ്ടു. അതിനൊപ്പം DYFI അതിന് പുറത്തുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. സർവകലാശാല ജീവനക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. ഫയൽ കൊടുക്കുന്നതിൽ, ഫയൽ VC-ക്ക് കൈമാറുന്നതിലും ഒക്കെ രജിസ്ട്രാറെ മുന്നിൽ നിർത്തി ഈ സർവകലാശാലയിലെ ഇടത് ജീവനക്കാർ നടത്തിയ സകല കൊള്ളരുതായ്മയും പുറത്തു വന്നതാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് VC-യെ തടയാൻ രംഗത്ത് വന്ന അതിന് നേതൃത്വം കൊടുത്ത മറ്റൊരു കൂട്ടരുണ്ട്, ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. കഴിഞ്ഞ 20 ദിവസമായിട്ട് സർവകലാശാല പ്രവർത്തനങ്ങളെ പരിപൂർണമായിട്ടും സ്തംഭിപ്പിക്കുന്ന നിലപാടാണ് അല്ലെങ്കിൽ ചെയ്തികളാണ് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. SFI ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. കുട്ടികൾ ചിലപ്പോൾ വിദ്യാർത്ഥികൾ സമരം ഇച്ചിരി അക്രമാസക്തം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. CPM-ഉം ഈ SFI അടക്കമുള്ള സംഘടനകൾ അങ്ങ് ഗവർണറെ ഭീഷണിപ്പെടുത്തി കളയാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. കാരണം ഈ SFIയുടെ നേതാക്കൾ തന്നെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഫോൺ കറക്കി ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാനോട് ചോദിക്കൂ കേരളത്തിലെ SFI എന്താണ്, CPM എന്താണെന്ന്. അതൊരു ഭീഷണിയുടെ സ്വരമായിരുന്നല്ലോ. എന്ത് ഭീഷണിപ്പെടുത്തിയാലും ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരെ തിത്തൈ തകതൈ തുള്ളിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. പിണറായി വിജയൻ അടക്കമുള്ളവർ അവസാനം സമസ്താപരാധം പറഞ്ഞ് ഗവർണറോട് സന്ധി ചെയ്യുന്ന കാഴ്ച കേരളം കണ്ടതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ പോയിട്ട് ആർലേക്കർ വന്നപ്പോൾ പിണറായി വിജയനും കൂട്ടരും ധരിച്ചത് ഒരു ശല്യം ഒഴിഞ്ഞു എന്നാണ്. പക്ഷേ കമ്മലിട്ടവൻ പോയപ്പോൾ കടുക്കനിട്ടവൻ വന്നു, അല്ലെങ്കിൽ കടുക്കനിട്ടവൻ പോയപ്പോൾ കമ്മലിട്ടവൻ വന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ചൊക്കെ ഇമോഷണലായിട്ട് പ്രതികരിക്കും. അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ മറുപടിയൊക്കെ പറയും. ആർലേക്കർ വളരെ സൈലൻ്റാണ്, നിശബ്ദനാണ്. അദ്ദേഹം ആവശ്യമില്ലാതെ സംസാരിക്കാനോ വിളിച്ചു പോകാനോ ഒന്നും പോകുന്നില്ല. പകരം പ്രവർത്തികളിലൂടെ അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന് അത് കാട്ടിക്കൊടുത്തു. സർക്കാർ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 20 ദിവസം കേരള സർവകലാശാല മാത്രമല്ല, അങ്ങ് കോഴിക്കോട് സർവകലാശാല വരെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഈ SFIയും കൂട്ടരും സർക്കാർ നിലപാടിന് പിന്തുണ കൊടുത്തു. പക്ഷേ എന്തായി? ഇപ്പോൾ മന്ത്രി R. ബിന്ദു, അതായത് പിണറായി വിജയൻ ആയുധം വെച്ച് കീഴടങ്ങി എന്ന് വരരുത്, പകരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു VC-യെ കണ്ടു. ഗവർണറെ പോയി കണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഗവർണർ പറയും നിങ്ങൾ VC-യോട് സംസാരിക്കൂ എന്നേ മറുപടി പറയുള്ളൂ. അദ്ദേഹം ഒന്നിലും അനാവശ്യമായി ഇടപെടില്ല. അപ്പോൾ അവർ ഡയറക്റ്റായിട്ട് VC-യെ തന്നെ കണ്ടു. VC-യോട് പറഞ്ഞു ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അതിനു മുമ്പ് VC സർവകലാശാല ആസ്ഥാനത്തെത്തി. അദ്ദേഹത്തെ ആരും തടഞ്ഞില്ല. SFIക്കാർ എവിടെ പോയി? മഷിയിട്ട് നോക്കിയാൽ കാണാനില്ലായിരുന്നു. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ VC-യെ തടയാൻ വന്നില്ല. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ തടസ്സപ്പെടുത്താൻ അവർ തുനിഞ്ഞില്ല. ഈ രജിസ്ട്രാറുടെ വിഷയം എന്താകും അതുകൂടി ഞാൻ പറയാം. അതിനു മുമ്പ് VC അവിടെ വന്നു, 1000 ചില്ലുവാനം ഫയലുകളിൽ ഒപ്പിട്ടു, സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിട്ടു. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഗവേഷണ വിഷയങ്ങളിൽ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ, ഗൈഡുകളെ നിശ്ചയിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും VC തൻ്റെ ഒപ്പ് ചാർത്തേണ്ട സ്ഥലത്തെല്ലാം അദ്ദേഹം ഒപ്പിട്ടു. ആ ഫയലുകളെല്ലാം പുട്ടപ്പ് ചെയ്തു. ഇനി VC-യുടെ ഒപ്പില്ലാത്തത് കൊണ്ടാണ് ഈ കാര്യം നടക്കാതെ വന്നത് എന്ന് പറയണ്ട. ഇത്രയൊക്കെ ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എനിക്ക് ഒന്ന് കാണണം. അദ്ദേഹം പറഞ്ഞു പിന്നെന്താ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയല്ലേ വിളിക്കുന്നത്, പ്രോ ചാൻസലറാണ്. VC ഔദ്യോഗിക വസതിയിൽ പോയി കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന പ്രശ്നമില്ല. ഇപ്പോൾ ഫലത്തിൽ എന്താ സംഭവിച്ചത്? രജിസ്ട്രാർ ബലിയാടായി ഈ വിഷയത്തിൽ. സർക്കാർ കൈകഴുകി. പിണറായി വിജയൻ കൂടെ ഇല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇല്ല, SFI ഇല്ല, DYFI ഇല്ല, സിൻഡിക്കേറ്റ് അംഗങ്ങളില്ല.
ഇവരെല്ലാം വിഷയത്തിൽ നിന്ന് കൈയെടുത്തു. സത്യം പറഞ്ഞാൽ രജിസ്ട്രാർ ഈ വിഷയത്തിൽ ബലിയാടായി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ രജിസ്ട്രാർക്ക് തിരികെ തൻ്റെ ലാവണത്തിലേക്ക് മടങ്ങാം. VC വളരെ വ്യക്തമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു, ഒരു കാരണവശാലും സസ്പെൻഷൻ പിൻവലിക്കില്ല. അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തതാണ്, അതിൻ്റെ തുടർ നടപടികൾ അങ്ങനെ തന്നെ അങ്ങ് പോകും. ഗവർണറെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അതും അനാവശ്യമായിട്ട് ഒരു കാര്യവുമില്ലാതെ ഹാള് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വാടകയ്ക്ക് കൊടുത്ത ഹാളിനെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കിയ വിവാദമാണ്. ആ വിവാദത്തിൽ ഗവർണറെ മനഃപൂർവ്വം വലിച്ചിഴച്ച് ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെട്ടു. അത് ഈ രജിസ്ട്രാർ ചാൻസലറായ ഗവർണറുടെ കീഴിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. എന്നിട്ട് ആ രജിസ്ട്രാർ എന്തൊക്കെ ചെയ്തു? ഔദ്യോഗിക വാഹനം വിട്ടുകൊടുത്തില്ല, ബലമായിട്ട് ഓഫീസിൽ അതിക്രമിച്ച് കയറി, ഫയലുകൾ നോക്കി, അതിൽ ഒപ്പിട്ടു, ഇതൊക്കെ ചെയ്തു. ആ ഒപ്പിട്ട ഫയലുകൾ ഒന്നുപോലും VC കണ്ടിട്ടില്ലല്ലോ. VC ആ ഫയലുകൾ തൊടില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ മോഹൻ കുന്നുമേൽ. ആ പറഞ്ഞ വാക്കിൽ അദ്ദേഹം ഉറച്ചു നിന്നു, പറഞ്ഞ വാക്കിൽ ഗവർണർ ഉറച്ചു നിന്നു. അവരാരും അവരുടെ നിലപാടുകളിൽ വെള്ളം ചേർത്തില്ല. പക്ഷേ ഈ രജിസ്ട്രാറോ, ഇപ്പോൾ ഈ രജിസ്ട്രാറെ പിന്താങ്ങി നിന്ന SFIയും DYFIയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സർക്കാരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ എവിടെ പോയി? അപ്പോൾ ഇതിനകത്ത് വെള്ളം ചേർത്തത് ആരാണെന്ന് പൊതുജനത്തിന് മനസ്സിലായി. വലിയ വായിലാണല്ലോ ഞങ്ങൾ ഗവർണറെ പാഠം പഠിപ്പിക്കും, സർവകലാശാലയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം ഞങ്ങൾ പരാജയപ്പെടുത്തും, ഇത് SFI ആണ്, ഇത് കേരളമാണ്, വേണമെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനെ വിളിച്ച് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയവർ എവിടെ പോയി? അപ്പോൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ വരയ്ക്കുന്ന വരയിൽ ഗവർണറെ കൊണ്ട് നിർത്തും എന്ന് പറഞ്ഞവർ, ശരിയാണ്, വരച്ചത് ഗവർണറാണെന്നേ ഉള്ളൂ. ഇപ്പോൾ ഗവർണർ വരച്ച വരയിൽ ഇവർ പോയി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നിപ്പോൾ കേരളം കാണുന്നത്. ആരൊക്കെ? SFI, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ ഗവർണർ വരച്ച വരയിൽ ചെന്ന് നിൽക്കുന്നു. അതായത് ആണൊരുത്തനോട് കളിച്ചാൽ കളി പഠിപ്പിക്കും എന്ന് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മനസ്സിലായി. ഇത് ഇവിടെ തുടങ്ങിയ വിവാദമല്ല. കൃഷിമന്ത്രി P. പ്രസാദ് ആണ് ഇതിന് തിരി കൊളുത്തിയത്. അത് ഏറ്റുപിടിച്ച് കൂടുതൽ കത്തിക്കാൻ ശ്രമിച്ചത് ശിവൻകുട്ടിയാണ്. ഈ പ്രസാദും ശിവൻകുട്ടിയും കളിച്ച കളി കണ്ടപ്പോൾ ഗവർണർ വളരെ മയത്തിൽ നിശബ്ദനായി ഈ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തർക്കമൊന്നുമില്ല, ഞാൻ ആരുടെടുത്തും ബഹളം ഉണ്ടാക്കാൻ വരുന്നില്ല, ഞാനവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചു, ഞാനതിൽ പുഷ്പാർച്ചന നടത്തി, നിങ്ങൾ നടത്തണ്ട, നിങ്ങൾ അതിൽ നടത്തണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രോട്ടോകോൾ അനുസരിച്ച് പെരുമാറിയാൽ മതി. നിങ്ങൾക്ക് അക്കാര്യത്തിൽ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളുടെ അധികാരം ആരും കവരുന്നില്ല. ഇതൊക്കെ ഗവർണർ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലേ കയറിയിരുന്ന് ചൊറിയുക. എന്നാൽ പിന്നെ കളി പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന് ഗവർണറും തീരുമാനിച്ചു. അതിന്റെ ഫലമായിട്ട് അടി വാങ്ങിയതാരാണെന്ന് രജിസ്ട്രാർ നേരിട്ട് വരുന്നു, ഭാരതാംബയുടെ ചിത്രം പരിശോധിക്കുന്നു, തന്നെ എടുത്ത് മാറ്റണമെന്ന് പറയുന്നു, എന്ത് വെല്ലുവിളിക്കുന്നു. വലിയ ഷോ ആയിരുന്നു. ആ ഷോ വെറും ഷോ ആയി മാറി. ഈ എന്താ പറയണ്ടേ, ഗവർണറുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. അദ്ദേഹം വെള്ളം ചേർത്തിട്ടുമില്ല. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ്. അദ്ദേഹമാണ് ഫയലുകളിൽ ഒപ്പിടേണ്ടത്. പിണറായിക്ക് അപകടം മനസ്സിലായി. വരാൻ പോകുന്നത് നിയമസഭാ സമ്മേളനമാണ്. നിയമസഭാ സമ്മേളനത്തിൽ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ വെടിപ്പായിട്ട് നടന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഇനി 6-7 മാസമേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി പടിവാതിൽക്കലെത്തി. ഈ സമയത്ത് ഗവർണറെ വെറുപ്പിക്കുന്നത്, ഒന്നാമത് സംസ്ഥാനത്തിൻ്റെ ഖജനാവ് മുടിഞ്ഞ് മുണ്ടക്കോലായി കിടക്കുകയാണെന്നേ. അതിനകത്ത് പൂച്ചയും പട്ടിയും പഴുതാരയും പാമ്പും ഒക്കെ പെറ്റ് കിടക്കുകയാണ്. 5 പൈസ സർക്കാരിൻ്റെ കൈവശം ഇല്ലാത്ത അവസ്ഥയാണ്. വളരെ ദയനീയമാണ്. ഈ സമയത്ത് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഗവർണറെയും ഒക്കെ പിണക്കിയാൽ അത് വലിയ തിരിച്ചടിയായി മാറും. ഇനിയിപ്പോൾ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കണ്ടേ? അതുപോലെ ഈ ജീവനക്കാരുടെ ശമ്പളം, അക്കാര്യത്തിലൊരു തീരുമാനം വരണ്ടേ? ശമ്പള കമ്മീഷനെ പ്രഖ്യാപിക്കണ്ടേ? ഇതൊന്നും ചെയ്തിട്ടില്ല സർക്കാർ. ഇതെല്ലാം ഇനി വരും മാസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ എല്ലാം കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന് ഭയപ്പെടുന്നു. അത് ഈ തുടർഭരണ സാധ്യത തുലാസിലാണ്. അതിന് യാതൊരു പോസിറ്റീവായ ലക്ഷണങ്ങളും സൂചനകളും അവിടെ ഇല്ല. പിന്നെ എന്ത് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു.
എങ്ങനെയെങ്കിലും ഉരുട്ടിപ്പെരട്ടി 2026 മാർച്ച് വരെ ഒന്ന് എത്തിക്കണം, ആ ബജറ്റ് ഒന്ന് അവതരിപ്പിക്കണം, അല്ലേ? അതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അത് കഴിഞ്ഞ് പിന്നെ എന്തും സംഭവിച്ചോട്ടെ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. തൽക്കാലം അതുകൊണ്ട് ഗവർണറോട് വെടിനിർത്തലാണ് നല്ലത് എന്ന് ബുദ്ധിയുള്ള ആരോ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വെള്ളം ചേർക്കൽ. എന്നിട്ടും രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വലിയ സമ്മർദ്ദം ചെലുത്തി VC-ക്ക് മേൽ. പ്രോ ചാൻസലറുടെ കീഴിലാണ് VC വരുന്നത്. VC പറഞ്ഞു പറ്റില്ല, ഗവർണറാണ് അക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. റിപ്പോർട്ട് കൊടുത്തു, റിപ്പോർട്ട് അനുസരിച്ച് നിർദ്ദേശം വന്നു, ഞാൻ ആ നിർദ്ദേശം പാലിച്ചു, അത്രയേ ഉള്ളൂ. എൻ്റെ തീരുമാനമല്ല, അതുകൊണ്ട് അത് പിൻവലിക്കുന്ന പ്രശ്നമില്ല. അവസാനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ആയുധം വെച്ച് കീഴടങ്ങി. എന്നാൽ പിന്നെ രജിസ്ട്രാറിൻ്റെ കാര്യം സ്വാഹ. ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. രജിസ്ട്രാർ അനിൽകുമാറിന് അദ്ദേഹത്തിൻ്റെ പഴയ ലാവണത്തിലേക്ക് മടങ്ങാം. വലിയ SFI മാർക്സിസം കളിച്ച അനിൽകുമാറിന് കിട്ടാവുന്നതിൽ വെച്ച് നല്ല സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഔദ്യോഗിക ജീവിതം അത് ഏതാണ്ട് അതിൻ്റെ അവസാനത്തോടെ അടുക്കുകയാണ്. ആ ഔദ്യോഗിക ജീവിതത്തിൽ ഈ അവസാന കാലത്ത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സമ്മാനം അദ്ദേഹത്തിന് ഗവർണറിൽ നിന്ന് VC-യിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. സ്വയം കൃതാനർത്ഥം.